ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. പൈൽസായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ചാൽ പുറത്ത് പോലും പറയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പേടിക്കേണ്ട, ഇത് മേടിച്ച് പുഴുങ്ങി അങ്ങ് തിന്നാൽ. തമിഴ്നാട്ടിൽ പറയുന്നത് പനയുടെ കിഴങ്ങെന്ന്, പഴങ്കിഴങ്ങ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് പനയുടെ വേരെന്ന് പേര്. ഇത് ഇങ്ങനെ തൊലിച്ച് തിന്നി കളഞ്ഞാലേ പൈൽസിന് ഏറ്റവും ഗുണമുള്ളത്. പൈൽസിന് ഏറ്റവും കൂടുതൽ സാധനം ഈ പനം കിഴങ്ങ് അല്ലേ? ഇത് പുളിയും തിന്നാം, ചുട്ടും തിന്നാം, തീ കൊണ്ട് ചുട്ടും തിന്നാം. എങ്ങനെ തിന്നാലും നമുക്ക് പൈൽസിന് നല്ലതാണ്. 100% മാറും. 100% മാറും. അപ്പോൾ അത് അത്രയ്ക്കും ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇത് കിട്ടും കേട്ടോ. കേരളത്തിലെ തിരുവനന്തപുരം ഭാഗത്തിലെ കിട്ടുന്ന, അടുത്ത് പാലക്കാട് കിട്ടുന്ന, പാലക്കാട് അവിടെ എറണാകുളം കിട്ടുന്ന. നാട്ടിൽ വന്നപ്പോൾ മണികണ്ഠൻ്റെ വീട്ടിൽ വന്നയാ. അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ചേച്ചി നമുക്ക് കൊണ്ടു തന്നത്. നമ്മൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ വീഡിയോ ആക്കാമെന്ന് കരുതിയത്. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. പൈൽസായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ചാൽ പുറത്ത് പോലും പറയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പേടിക്കേണ്ട, ഇത് മേടിച്ച് പുഴുങ്ങി അങ്ങ് തിന്നാൽ മതി അല്ലേ? അതെ അല്ലേ? ആരോടും പറയണ്ട. ബസ്സുകാർ തമിഴ്നാട്ട് വരെ ഇത് കുറച്ച് മേടിച്ചിട്ട് പുഴുങ്ങി തിന്നാ, പൈൽസും പോവും, എല്ലാം പോവും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി തന്നത് നമ്മുടെ ചേച്ചിയാ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? തങ്കം പോലത്തെ സാധനം കേട്ടോ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പം അത് എന്താ പറയുന്നത്, ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ടാക്കിയത് കഴുകി എടുത്തിട്ട് അല്ല ഇട്ടത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഇതിപ്പം പൈൽസ് ഇല്ലാത്തവർക്കും കഴിക്കാം, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം. പൈൽസ് ഉള്ളവർ കഴിച്ചാൽ പൈൽസ് മാറും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു എന്തായാലും പറയുന്നത് ടിപ്സ് നമ്മുടെ മണികണ്ഠൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അല്ലേ? വെൽക്കം.